ഇവിടം വരെ റിലീസിന് കാണാൻ വന്നതാണ്. അങ്ങനെ ഒരു രക്ഷയില്ല കേട്ടോ പൃഥ്വിരാജ്, ഒരു രക്ഷയില്ല. ഇതുപോലെ ആയിരിക്കണം മലയാളിടാ, മലയാളി ലാലേട്ടൻ്റെ സ്റ്റാൻഡേർഡ് അത് നമുക്ക് തകർക്കാൻ പറ്റില്ല. പക്ഷേ പൃഥ്വിരാജ് ഇസ് ദ കിങ്. പുള്ളി മലയാളം സിനിമേനെ വേറെ ലെവലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡയറക്ഷൻ എല്ലാം, മ്യൂസിക്, സ്ക്രിപ്റ്റിങ്, ഡയലോഗ്, പഞ്ച്, എല്ലാം ഫുള്ളി നമ്മൾ വേറെ അത് തീരണ്ടായിരുന്നു എന്ന് തോന്നും. സ്റ്റീഫനാണോ അതോ എബ്രഹാം ഖുറേഷിയാണോ? സ്റ്റീഫൻ തന്നെയാണ്. ആ ഒരു മുണ്ടൊക്കെ എടുത്ത് വരുന്ന ലാലേട്ടനെയാണോ? അതിനാണ് നമുക്ക് ഹരമുള്ളത്. ഒരു മലയാളി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ലുക്കിനോടാണ് ഹരം കൂടുതൽ. അതുകൊണ്ട് സ്റ്റീഫനാണ് നമുക്ക് ആവശ്യം. കഥ കൊണ്ടുപോകുന്ന ലെവൽ കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാനൊരു പ്രവാസി മലയാളി എന്ന നിലയ്ക്ക് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് മലയാളി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വേറെ ഫീലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രാൻസിഷൻ ഓഫ് ഒരേ ത്രെഡിൽ തന്നെ ഇങ്ങനത്തെ ട്രാൻസിഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അഭിമാനമുള്ള സാധനമാണ്. കാരണം മലയാളി ക്യാൻ ഡു ബെറ്റർ ആൻഡ് ബെസ്റ്റ്. മലയാളം മൂവി വിൽ ബൂം ലൈക്ക് ഐ ഹാവ് നോ ക്ലൂ, ബട്ട് ബെറ്റർ ആൻഡ് ബെസ്റ്റ്. പൊളി സിനിമ, ഇഷ്ടപ്പെട്ട്. താങ്ക് യു. എങ്ങനെയുണ്ട് പൃഥ്വിയുടെ ഡയറക്ഷൻ? ഒന്നും പറയാനില്ല, ഇതൊരു പൃഥ്വിരാജ് മൂവിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. എക്സ്പെക്ട് ചെയ്ത് ആ ഒരു ലെവൽ എത്തിയതായാലും നമുക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പെർഫോമൻസ്? സുരാജ് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു സംവിധാനം കിട്ടി പൃഥ്വിരാജിലൂടെ. അത് നല്ലൊരു ഇത് തന്നെ. നല്ല മോഹൻലാലിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയാണ്? ക്ലൈമാക്സ് ഒക്കെ നമ്മൾ വിചാരിക്കാത്തതിലപ്പുറം തന്നെ അത് കാണണം. കണ്ടതിന് ശേഷം വേറെ കാര്യം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇതായി. അതുകൊണ്ട് പറയുന്നത് നല്ല പടം.